ഞാൻ നാട്ടിൽ പോയ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ആർട്ടാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. സംഭവം എൻ്റെ ഗാലറി കിടപ്പുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു ആർട്ട് ചെയ്ത കാര്യമേ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ ഈ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഷേപ്പ് ഉള്ളൊരു ചിരട്ട എടുക്കുക. എന്നിട്ട് നമ്മൾ ആ ചിരട്ടയുടെ മുകളിൽ കാണുന്ന ഈ നാരുള്ള ഭാഗങ്ങളൊക്കെ സാൻഡിങ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് ഉരച്ച് കളയണം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ചിരട്ടയ്ക്ക് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷിംഗ് ടെക്സ്ചർ കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ 2 ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരെണ്ണം നല്ല വീതിയുള്ള ചിരട്ടയും മറ്റേത് 2 ഇങ്ങനെ ഷേപ്പിനുള്ള റൗണ്ട് ഷേപ്പിനുള്ള ഒരു ചിരട്ടയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. സംഭവം ഞാൻ എന്താ ഈ മോഡലിലുള്ള ഒരു ഐറ്റം ആണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പ്ലാന്റ് ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉടൽ വേറെടുത്തും തല വേറെടുത്തും ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു രസം കാണത്തില്ല. അപ്പം നമ്മൾ അതിൻ്റെതായ അനുസരിച്ചുള്ള രീതിയിലൊക്കെ ഷേപ്പ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. സംഭവം എൻ്റെ ഒരു ഗ്ലൂ ഗൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലൂ സ്റ്റിക്ക് ഇങ്ങനെ ഉരുക്കിയിട്ടാണ് സംഭവം ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതിന് ഫേസും ഹെയറും ഒക്കെ നമുക്ക് വരച്ചു കൊടുക്കാം. ഇതിൻ്റെ ഫേസിന് ഞാൻ പീച്ച് കളറൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഹെയറിൽ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ടോപ്പ് ഫുള്ള് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹെഡായിട്ടായതുകൊണ്ട് അതിന് ഫുള്ള് അങ്ങനത്തെ കളേഴ്സ് ഒക്കെ കൊടുത്താൽ മതി. ബോട്ടം ആണ് നമ്മൾ ഇതിൻ്റെ ബോഡി ആയിട്ട് കണക്കാക്കുന്നത്. സോ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. ഈ ഒരു ആർട്ട് ഞാൻ പെയിന്റ് ചെയ്തെടുക്കുന്നത് ഞാൻ ബാംഗ്ലൂരിലോട്ട് വരുന്നതിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് പ്ലാന്റ് ഒക്കെ നട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടി മമ്മിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്. കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ആർട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കൂടെ തന്നെ ഈ ഒരു ആർട്ട് ചെയ്ത് നോക്കാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.